അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ വലിയ പ്രതിഫലങ്ങൾ. എന്നാൽ പലപ്പോഴും ജീവിത തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ മൂലമോ നമ്മളിത് നഷ്ടപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്തഹിരീൻ എന്ന പ്രാർത്ഥന. ആര് പ്രാർത്ഥിക്കുന്നു അയാൾക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രവർത്തനമാണ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്. ഏതൊരുവൻ പകലിൻ്റെ ആരംഭത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കുന്നു അവനക്ക് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സെയിം അതേപോലെ തന്നെ വൈകുന്നേരം സന്ദർശിക്കുകയാണെങ്കിൽ വീണ്ടും 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നത് ശിക്ഷയിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് വിമുക്തരായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള 1,40,000 മലക്കുകളുടെ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഈ പുണ്യ റമദാനിൻ്റെ ദിനങ്ങളിൽ ഇതൊക്കെ നമുക്ക് വലിയ ഓഫറുകൾ തന്നെയല്ലേ?